വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ യുഎസ് വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൻ പശ്ചിമേഷ്യയിൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് പസഫിക് മേഖലയിൽ നിന്ന് കപ്പൽപ്പടയെ മിഡിൽ ഈസ്റ്റിലേക്ക് വഴിതിരിച്ചുവിട്ടത്. USS എബ്രഹാം ലിങ്കനൊപ്പം USS ഫ്രാങ്കി പീറ്റേഴ്സൺ ജൂനിയർ, USS പ്രൗൺസ്, USS മൈക്കൽ മർഫി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഉൾപ്പെടുന്നു. അതേസമയം പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിമാനവാഹിനി കപ്പലിനെയും യുദ്ധക്കപ്പലുകളെയും പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നതെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ പ്രതികരണം. ഇറാനിൽ നിന്നുള്ള സാധ്യമായ പ്രത്യാക്രമണങ്ങളെ നേരിടുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ വർഷം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ഇറാൻ ശക്തമായി രംഗത്തു വന്നു. ഏതൊരു പ്രകോപനത്തിനും ശക്തമായ മറുപടി നൽകുമെന്നും അമേരിക്കൻ കപ്പലുകൾ തങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്നും ഇറാൻ സൈനിക വക്താക്കൾ മുന്നറിയിപ്പ് നൽകി. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഈ നീക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാതയോ മണ്ണോ വിട്ടു നൽകില്ല എന്ന് UAE വ്യക്തമാക്കി. നിമിറ്റ്സ് ക്ലാസിൽ ഉൾപ്പെട്ടതും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതുമായ വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൻ. കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് 3യിലെ പ്രധാന യുദ്ധക്കപ്പലും ഇതാണ്. ജനുവരി 19 മലാക്ക കടലിടുക്കിലൂടെയാണ് ഇത് കടന്നുപോയത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് USന്റെ വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് എത്തിയിട്ടില്ല. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിന് പിടിയിലായവരെ കൂട്ടത്തോടെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന പക്ഷം ഇറാനെതിരെ സൈനിക നടപടി കൈക്കൊള്ളുമെന്ന് നേരത്തെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു.